ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ലഞ്ച് കോംബോ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് പുളിരസമുള്ള കറികളൊക്കെയാണ് ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്. മൂപ്പർക്ക് തേങ്ങ അരച്ച കറി വേണം എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ മാങ്ങ വെച്ചിട്ട് ഒരു അരച്ച് കലക്കി. നെല്ലിക്ക വെച്ചിട്ട് ചെയ്യണം കണ്ടിട്ടുണ്ട് ഞാൻ, ഉപ്പിട്ട നെല്ലിക്ക അല്ലാത്ത നെല്ലിക്ക. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പച്ച മാങ്ങ വെച്ചിട്ടുള്ളൊരു അരച്ച് കലക്കി. അപ്പോൾ ഇതാണ് മാങ്ങ. സാധാരണ ഈ കിളിമൂക്കൻ മാങ്ങ, തോത്താപ്പൂരി എന്നൊക്കെ പറയുക, നീളം മാങ്ങ, അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ വലിയ പുളി ഉണ്ടാവില്ല. ഇതും പുളിയില്ലാത്തൊരു മാങ്ങയാണ്. ഇതിന് മൂവാണ്ടൻ എന്ന് പറയും. ഈ മൂവാണ്ടൻ മാങ്ങയ്ക്ക് വലിയ പുളി ഉണ്ടാവില്ല, കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞാനിതിനെ മുറിച്ചിട്ട് കഷ്ണമാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആ അരച്ച് കലക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുത്തിരിക്കണതെന്ന് പറയാം. ഇപ്പോൾ ഈ മാങ്ങയുടെ പകുതി മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 2 ആൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് സാധനങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണേ. ഇത് മാങ്ങ. ആ മാങ്ങ ഞാൻ കാണിച്ചതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, 2 ചുവന്നുള്ളി. ഇത് അവരവരുടെ എരിവ് അനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി, പിന്നെ കറിവേപ്പില. ഇതെല്ലാം വെച്ച് അരയ്ക്കുമ്പോൾ ഞാൻ അരയ്ക്കുന്നത് ലേശം മോര് കൂട്ടിയിട്ടാണ്. അത് കൂടെ കാണിക്കാം. ഞാൻ എൻ്റെ 2 മുളക്, പച്ചമുളക്, മാങ്ങ ഇതെല്ലാം കൂടി ഈ മിക്സിയിലിട്ടിട്ട് ഞാൻ തൊലി കളഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ തൊലിക്ക് വലിയ കട്ടിയില്ല. കട്ടിയുള്ള തൊലിയാണെങ്കിൽ നിങ്ങൾക്ക് തൊലി വേണമെങ്കിൽ കളയാം. ഇതുകൂടി ഇതിലിടുക. 2 കറിവേപ്പില ഇടുക. അപ്പോൾ ഇതിനെ ആദ്യം ഞാനൊന്ന് ക്രഷ് ചെയ്ത ശേഷം തേങ്ങ ഇടണം, അല്ലെങ്കിൽ എല്ലാം കൂടി അരയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ അതാ കണ്ടോ, ഇതൊന്ന് ക്രഷ് ചെയ്തു ഞാനിപ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ എൻ്റെ തേങ്ങ ആഡ് ചെയ്യണം. ഇപ്പോൾ ഈ തേങ്ങ ആഡ് ചെയ്തു. കൂടെ തന്നെ ഞാൻ കുറച്ച് നല്ല മോര്, ഒരുപാട് വെള്ളമാക്കിയിട്ടില്ല കേട്ടോ ഞാൻ മോരിനെ. തൈരിനെ ഒന്ന് നന്നായി ഇളക്കി കേട്ടോ, ഒന്ന് അടിച്ചു. ഇതും കൂട്ടിയിട്ടിട്ട് ഞാൻ ഒന്ന് അരച്ചിട്ട് വരാം. അരച്ചു എന്നിട്ട് കുറച്ച് മിക്സിയിൽ നിന്ന് വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ. ഇനി ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ കാണിക്കാം. ഇങ്ങനെ ഒരുപാട് കൊഴുകൊഴുന്നല്ല, ഞാൻ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലൊരു വറവിടുക. ഇപ്പോൾ കറിയിലേക്ക് ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ ശർക്കര വേണമെങ്കിൽ ചേർക്കാം. മാങ്ങയുടെ പുളിയും തൈരിൻ്റെ പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാൻ എനിക്ക് മധുരം ഇഷ്ടമല്ല എന്ന്. പിന്നെ ഈ കറിയുടെ കൊഴുപ്പ് ഇത്ര തന്നെ വേണം, ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ തന്നെ വയ്ക്കാം. എനിക്ക് വറുത്തിടാൻ പോവാണ്. മുളക്, കറിവേപ്പില, 2 മണി ഉലുവ, കടുക്. ഉലുവ എന്താ ചേർക്കണം വെച്ചാൽ ഏത് പുളിയുള്ള കറിയിൽ ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഞാൻ എല്ലാവരും ഉലുവ ചേർക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉലുവ ചേർക്കാറുണ്ട്. ഞാൻ ഇനി ഇതിനെയും കൂടി ഒന്ന് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പം എൻ്റെ ടേസ്റ്റി മാങ്ങ അരച്ച് കലക്കി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് വളരെ സിമ്പിൾ കൂട്ടാനാണ് കേട്ടോ. ഈ കൂട്ടാനിൻ്റെ പാലക്കാട്ടുകാരുടെ കൂട്ടാൻ എന്ന് പറയുമ്പോഴാണ് അതിന് നല്ലൊരു വാക്ക് വരണത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇനി ഒഴിച്ച് കഴിക്കുക ചോറിൻ്റെ കൂടെ. ഇന്നത്തെ ലഞ്ച് കോംബോ എന്താണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. നോക്കിക്കോളൂ, ഞാൻ ഈ കൂർക്കക്കിഴങ്ങ് എൻ്റെ ലഞ്ച് കോംബോ കാണിക്കാനാണ്. കുറച്ച് കടുക് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ കൂർക്കക്കിഴങ്ങ് മെഴുക്ക് വരട്ടുകയാണ് കേട്ടോ. കടുക് പൊട്ടി ഒരു വലിയ വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ചെറിയ ഉള്ളി, ഈ ചെറിയ ഉള്ളി നന്നായി ഒന്ന് മൊരിയട്ടെ.
കേട്ടോ. മൊരിയുമ്പോഴാണ് നല്ല മണം. ഇതുണ്ടോ, ഇപ്പം ഇങ്ങനെ ബ്രൗൺ നിറയും വന്നപ്പോൾ ലേശം ഞാൻ മുളക് പൊടി ഇടാം കേട്ടോ. എരിവുള്ള മുളക് പൊടി തന്നെയാണിത്, കാശ്മീരി ഒന്നുമല്ല. പക്ഷേ നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചിടുക. ഇതാ ഇപ്പോൾ കൂർക്കക്കിഴങ്ങ് ഈ വെളുത്തുള്ളി ഇടുന്നത് എന്തിനാ അറിയോ? ആ വെളുത്തുള്ളിക്ക് നല്ലൊരു മണമാണ്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടുമ്പോഴേ നല്ല ഒരു മണം. അപ്പം ഞാൻ ഇതിങ്ങനെ നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിയട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ ലഞ്ച് കോംബോ. ഇന്നത്തെ മാങ്ങ അരച്ച് കലക്കി കൂർക്കക്കിഴങ്ങ് ഉപ്പേരി. ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇന്നത്തെ ലഞ്ച് കേട്ടോ. എനിക്ക് ഈ കൂർക്കക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയതും ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങയുടെ എന്ത് കാര്യമാണെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ലഞ്ച് കോംബോ ഒന്ന് കണ്ടുവല്ലോ. ഇഷ്ടപ്പെട്ട 2 വിഭവങ്ങളുമായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം സുധാ മേനോൻ.